അർജുൻ, ഈ ശ്രീജിത്ത് ഇപ്പോൾ എവിടെയാണ് ഉള്ളത്? NIAക്ക് വിശദമായ മൊഴി രേഖപ്പെടുത്തിയോ? ഇനിയും എന്തെങ്കിലും വിവരങ്ങളൊക്കെ കൈമാറാനുണ്ടോ? വിശദമായ വിവരങ്ങൾ അതുമായി ബന്ധപ്പെട്ടത് എന്തൊക്കെയാണ്? മോത്തി, ശ്രീജിത്ത് ഇപ്പോൾ പൂനെയിലാണുള്ളത്. അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ്. ഇന്നലെ അദ്ദേഹം മുംബൈയിൽ എത്തിയിരുന്നു. പ്രധാന ഉദ്ദേശം NIA ഓഫീസിലെത്തി മൊഴി നൽകുക, ഒപ്പം തന്നെ ദൃശ്യങ്ങൾ മുംബൈയിലെ NIA ഉദ്യോഗസ്ഥർക്ക് നേരിട്ട് കൈമാറുക എന്നുള്ളതായിരുന്നു. നേരത്തെ തന്നെ NIA ഡൽഹി ഓഫീസിലേക്ക് അദ്ദേഹം ഈ ദൃശ്യങ്ങൾ അയച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യാനായിട്ടും മൊഴിയെടുപ്പിക്കാനായിട്ടും മുംബൈയിലെ ഓഫീസിലേക്ക് വിളിപ്പിച്ചത്. അദ്ദേഹത്തെ വിശദമായി ചോദ്യം ചെയ്തു എന്നുള്ള കാര്യമാണ് ഇന്നലെ അദ്ദേഹവുമായിട്ട് ഞാൻ സംസാരിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞത്. പല കാര്യങ്ങളും ചോദിച്ചറിഞ്ഞു. അതിൻ്റെ മറ്റു വിവരങ്ങളൊന്നും അദ്ദേഹത്തിന് പങ്കുവയ്ക്കാൻ സാധിക്കില്ല. കാരണം അന്വേഷണം പുരോഗമിക്കുന്നുണ്ടും അതുപോലെ തന്നെ ദേശീയ സുരക്ഷയെ സംബന്ധിച്ചിട്ടുള്ള കാര്യമായതുകൊണ്ടും അദ്ദേഹത്തിൻ്റെ ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ NIA വാങ്ങി വിശദമായി തന്നെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തന്നെ പറയുന്ന പോലെ ഹൈറ്റ്, വെയിറ്റ്, അതുപോലെ തന്നെ ഷേപ്പും അതുപോലെ ഇവരുടെ മുഖസാദൃശ്യവും എല്ലാം ആ ഭീകരരിൽ 2 പേർ, ആ ഫോട്ടോയിലുള്ള 2 പേരുടെ അതേപോലെ തന്നെയുണ്ട്. അത്തരത്തിൽ ഭീകരരാണ് എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞതിന് ശേഷമാണ് ഈ ദൃശ്യങ്ങൾ അദ്ദേഹം പുറത്തുവിട്ടതും NIAക്ക് കൈമാറിയതും. ഇത് മുന്നോട്ട് വെക്കുന്ന മറ്റൊരു ഭയപ്പെടുത്തുന്ന കാര്യം ഏപ്രിൽ 18-ാം തീയതി ദൃശ്യമാണ്. അതായത് ഏറെ നാളുകൾക്ക് മുൻപ് തന്നെ ഈ പെഹൽഗാം ഭീകരാക്രമണം ലഷ്കർ-ഇ-തോയ്ബ അതുപോലെ തന്നെ റെസിസ്റ്റൻസ് ഫ്രണ്ടും ഈ ഭീകരരും ചേർന്ന് പദ്ധതി ഇട്ടുകൊണ്ടേയിരിക്കുകയായിരുന്നു. അവർ ഒന്നിൽ കൂടുതൽ ടാർഗറ്റുകൾ, വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എവിടെ ആക്രമണം നടത്താമെന്നത്. അതിൻ്റെ അടയാളങ്ങളാണ്, തെളിവുകളാണ് ഈ ദൃശ്യങ്ങളിലൂടെ പുറത്തു വന്നത്. സുരക്ഷ ശക്തമാണ് അവിടെ. ആ പ്രദേശങ്ങളിൽ ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഭൂപ്രകൃതിയുള്ള മേഖലകളിൽ സുരക്ഷ ശക്തമാക്കുന്നത് ഒരുപക്ഷെ സാധിക്കില്ല എങ്കിൽ കൂടി ഈ പ്രദേശങ്ങളിൽ സുരക്ഷ സാധ്യമാകുമായിരുന്നു. ഈ ഇന്റലിജൻസിന് ഇത്തരത്തിലൊരു വിവരങ്ങളും ഈ 1.5 വർഷമായി ലഭ്യമാകാതിരുന്നത് എന്തുകൊണ്ടായിരിക്കും? അതൊരു സുരക്ഷാ വീഴ്ചയായി ഇപ്പോൾ നാടെങ്ങും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു സുരക്ഷാ വീഴ്ച എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. പക്ഷേ അത് വിശദീകരിക്കാൻ ഇതുവരെയും കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല. പക്ഷേ ബൈസരൻ വാലിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു സൈനിക ഔട്ട് പോസ്റ്റ് പോലുമില്ല. വലിയ രീതിയിലുള്ള സൈനിക വിന്യാസങ്ങളോ സുരക്ഷയോ ഉണ്ടാകാറില്ല. പ്രത്യേകിച്ചും ചില ഗാർഡുകൾ ഉണ്ടാകുമെന്നുള്ള കാര്യം ഒഴിച്ചു കഴിഞ്ഞാൽ അതിന് പ്രധാനപ്പെട്ട കാര്യം അതൊരു വലിയ വിനോദസഞ്ചാര കേന്ദ്രമായി മാറിക്കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ 3-4 വർഷത്തിനിടയിൽ ഈ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനു ശേഷം അവിടെ വികസനം വന്നു. വിനോദസഞ്ചാരികളുടെ കുത്തൊഴുക്ക് തന്നെ ഉണ്ടായി. ഈ ആക്രമണം നടന്ന 22-ാം തീയതിക്ക് 2:30 മണിക്ക് തൊട്ട് മുൻപ് വരെ 1000 ടിക്കറ്റുകളാണ് അവിടെ വിറ്റുപോയത്. ഏകദേശം 400-ലധികം ആളുകൾ ഈ ആക്രമണം നടക്കുന്ന സമയത്ത് പോലും അവിടെ ഉണ്ടായിരുന്നു. സാധാരണഗതിയിൽ സുരക്ഷാ വിന്യാസം കുറവാണ്. അത് അന്നത്തെ ദിവസം പോലും അങ്ങനെയായിരുന്നു. ആ ദൃക്സാക്ഷികളടക്കം മൊഴികളായി NIAയ്ക്കും പറഞ്ഞിട്ടുണ്ട്. ആ മൊഴികൾ പുറത്തു വന്നിട്ടുമുണ്ട്. അന്നത്തെ ദിവസവും അതുപോലെ തന്നെ ബൈസരൻ വാലിയിലും സാധാരണഗതിയിൽ സുരക്ഷാ വിന്യാസം കുറവായിരിക്കുമെന്നുള്ളത്. അത് മുതലെടുത്ത് തന്നെയാണ് അവിടേക്ക് ഈ ഭീകരരെത്തിയത്. അവിടെ ആ പൈൻമരക്കാടിന് ചുറ്റുമായിട്ടുള്ള, അതായത് ഈ ബൈസരൻ വാലിക്ക് ചുറ്റും ഒരു വേലിയുണ്ട്. ആ വേലിക്ക് ചുറ്റുമാണ് ഈ പൈൻമരക്കാടുകളുള്ളത്. ആ വേലി ചാടിക്കടന്നാണ് ഇവർ എത്തിയത് എന്ന് ദൃക്സാക്ഷികൾ മൊഴി നൽകിയിട്ടുണ്ട്. അതേ വഴി തന്നെ ആ വേലി കടന്ന് പൈൻമരക്കാടിനകത്തേക്കാണ് ഇവർ രക്ഷപ്പെട്ടത്. ആ കാര്യങ്ങൾ ഇപ്പോൾ NIA അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ സുരക്ഷ കാര്യമായിട്ട് ഉണ്ടായിരുന്നില്ല. മാത്രമല്ല കേന്ദ്ര സർക്കാർ പ്രതിരോധ മന്ത്രാലയം തന്നെ പറഞ്ഞ കാര്യമനുസരിച്ച് ഏപ്രിൽ 22-ാം തീയതി ഈ ബൈസരൻ വാലി തുറന്നു കൊടുത്തത് സുരക്ഷാ ഏജൻസികളുടെ അറിവോടെയല്ല. സാധാരണ ജൂൺ ജൂലൈ മാസങ്ങളിൽ തുറക്കേണ്ടത് ഏപ്രിൽ 22-ാം തീയതി തുറന്നത് അറിവോടെയല്ല എന്നുള്ള കാര്യം സർവകക്ഷി യോഗത്തിൽ പ്രതിരോധ മന്ത്രാലയത്തിന്റെ വക്താക്കൾ അതുപോലെ തന്നെ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുള്ള കാര്യം കൂടിയാണ്. ശരി, ഏതായാലും ഇതൊരു ഭീകര ആക്രമണം, സുരക്ഷാ വീഴ്ച ഉണ്ടായതായി ഒമർ അബ്ദുള്ളയും കഴിഞ്ഞ ദിവസം കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട്. ഇനി അങ്ങനെ സമ്മതിച്ചതിന് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല എങ്കിൽ കൂടി നമുക്ക് ആ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി പങ്കുവയ്ക്കാം പ്രേക്ഷകരുമായി.